കേരള സർക്കാരിന്റെ ഭരണത്തെ വിലയിരുത്താൻ വോട്ടർമാർക്കായി കൊല്ലത്ത് നടത്തിയ എന്റെ കേരളം പ്രദർശനമേള വൻ വിജയം. വികസന നേട്ടങ്ങളുമായി 6 ദിവസം നീണ്ടുനിന്ന മേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. രാഷ്ട്രീയ ഭേദമന്യേ കോൺഗ്രസ് പ്രവർത്തകർ വരെ എന്റെ കേരളത്തെ അഭിനന്ദിച്ചു. ഞാനും എൻ്റെ ഭാര്യയും ഈ എക്സിബിഷൻ കാണാൻ ഇതിനകത്ത് കയറിയതിന് ശേഷം വളരെ നല്ലൊരു അനുഭൂതി നിറഞ്ഞ ഒരു നിമിഷങ്ങളാണ്. അതുപോലെ തന്നെ അതിദരിദ്രർക്ക് ഒരുപാട് വീടുകൾ വെച്ച് കൊടുക്കുകയും അവർക്ക് ആഹാരം ഓരോ ദിവസവും 3 നേരവും ആഹാരം എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പലരും പറഞ്ഞു തരികയും മനസ്സിലാക്കി തരികയൊക്കെ ചെയ്തു. അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ വളരെ നല്ലൊരു ഫീലിങ്സാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കൊല്ലം KSRTC ബസ്സിൻ്റെ ഈ ഒരു സെൽഫി ഇതും വളരെ വലിയൊരു വിജയം തന്നെയാണ്. പിന്നെ പറയുവാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇതിനകത്ത് കയറുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ്സാണ് അനുഭവപ്പെടുന്നത്. ഈ കോൺഗ്രസ് പ്രവർത്തകന്റെ വാക്കുകൾ മാത്രം മതി തുടർച്ചയായി കേരളം ഭരിക്കാൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത പിണറായി സർക്കാരിന് കിട്ടുന്ന അംഗീകാരം മനസ്സിലാക്കാൻ. LDF വരും, എല്ലാം ശരിയാകും എന്ന സന്തോഷത്തോടെ തുടങ്ങിയ ഭരണം 10ാം വർഷത്തിലേക്ക് കുതിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനങ്ങളുടെ 99% പൂർത്തീകരിച്ചു. 25 വർഷം കൊണ്ട് നടക്കേണ്ട വികസനം 9 വർഷം കൊണ്ട് പൂർത്തീകരിച്ചു. ജനങ്ങളിൽ പൂർണ്ണമായി എത്തിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള പ്രദർശനമാണ് സംഘടിപ്പിക്കുന്നത്. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഇടപെടാൻ ഒരു ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്ന് അടയാളപ്പെടുത്തലാണ് ഈ എക്സിബിഷൻ. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, 4 ലക്ഷത്തിലധികം ആളുകൾക്ക് പട്ടയം കൊടുക്കാനും അതിൽ 7000-ത്തിലധികം ആളുകൾക്ക് അവർ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുന്ന നിലയിലത്തേക്കുള്ള ഇടപെടൽ ജില്ലയിലടക്കം നടന്നിട്ടുണ്ട് എന്നുള്ളത് അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട എക്സിബിഷൻ തന്നെയാണ്. ജനപങ്കാളിത്തവും പുതുചരിത്രമായി. മികച്ചൊരു അനുഭവമായിരുന്നു. കേരള സർക്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ അറിയില്ല, ഫുൾ ഓഫീസ് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് കേരള സർക്കാരിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ ബോധം വന്നു. 55,000 ചതുരശ്ര അടി ശീതീകരിച്ച പവലിയൻ ഉൾപ്പെടെ 79,000 ചതുരശ്ര അടിയിൽ ഒരുക്കിയ പ്രദർശന നഗരി ജനപങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി. ഹൃദ്യമാർന്ന കലാപരിപാടികളും സെമിനാറുകളും സായാഹ്നങ്ങളെ സമ്പന്നമാക്കി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.